ഒരു ഭാഗത്തു നിന്ന് അത്തരം ഒരു ഇടപെടൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഇടപെടൽ പ്രധാനമന്ത്രി എന്താണ് സഹായം പ്രഖ്യാപിക്കുക എന്നത് ഏറെ നിർണായകമാണ്. ഓരോ സമയത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പല വിധങ്ങളായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈ മേഖലയിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഈ റോഡിലേക്ക് നമ്മളെ മാധ്യമപ്രവർത്തകരെ ആരെയും അങ്ങനെ പ്രവേശിപ്പിക്കുന്നില്ല, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല, മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് പ്രധാനമന്ത്രി. ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. MG മിഥുൻ അവിടെ ഹെലിപാഡിൻ്റെ തൊട്ടടുത്തുണ്ട്. കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മിഥുനിലേക്ക് പോകാം. മിഥുൻ, എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? രജിത്ത്, ഏകദേശം 12 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ റോഡുകൾ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും ഒന്നും തന്നെ, അതായത് ഒഫീഷ്യൽസിന്റെ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇതുവഴി കടത്തിവിടുന്നില്ല. ഈ ബത്തേരിയിലേക്ക് പോകുന്ന, മൈസൂരിലോട്ട് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയൊക്കെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. രണ്ട് സൈഡുകളിലും ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം. വാഹനങ്ങളൊന്നും തന്നെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് രാവിലെ മുതൽ തന്നെ കർശനമായ നിർദ്ദേശം ഈ ഇവിടുത്തുകാർക്കൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കടകൾ തുറക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും പോലും തന്നെ അതിലേക്കൂടെ ആയിരിക്കും, ആ ഭാഗത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഈ പറയുന്ന വിംസ് ഹോസ്പിറ്റലുകളിലേക്കും ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും പോവുക. എന്തായാലും ഇപ്പോൾ ആകാശ മാർഗം വ്യോമനിരീക്ഷണം നടത്താനാണ് ആദ്യം അദ്ദേഹം പോവുക. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹെലിപ്പാഡിലേക്കാണ് 12 മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തിച്ചേരുക. അദ്ദേഹത്തിന് പോകാനുള്ള വാഹന വ്യൂഹങ്ങളെല്ലാം തന്നെ തയ്യാറാണ്. ഒപ്പം തന്നെ SPGയുടെ എല്ലാ സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാന കവാടം, അതായത് അതുവഴിയാണ്, ആ കാണുന്ന വഴിയിലൂടെയാണ് പുറത്തേക്ക് ഈ വാഹനവും കടന്നു പോകുക. നേരത്തെ തന്നെ ഇതിന്റെ ട്രയൽ റണ്ണൊക്കെ നടത്തിയിരുന്നു. പല തവണ ഇവിടേക്ക് SPG സംഘം എത്തി ഈ വാഹന വ്യൂഹം, അദ്ദേഹത്തിന് പോകാനുള്ള വാഹന വ്യൂഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ഈ റൂട്ടുകളിലൂടെ പലതവണ പോയി ട്രയൽ റൺ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ സുരക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പോലീസിന്റെ വലിയ വ്യൂഹമുണ്ട് റോഡിലെല്ലാം തന്നെ. അതായത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ പ്ലാൻ B എന്ന നിലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ താമരശ്ശേരി ചുരം മുതൽ മുകളിലേക്ക് ഇപ്പോൾ ഗതാഗത നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ ഈ പോകുന്ന റൂട്ടിലേക്ക് ഈ മേപ്പാടി വരെയാണ്, മേപ്പാടി ഈ കൽപ്പറ്റ മുതൽ മേപ്പാടിയിൽ നിന്ന് ഈ ബെയിലിപ്പാലം നിൽക്കുന്ന ചൂരമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. ഏകദേശം 30 കിലോമീറ്റർ ദൂരം ഇവിടെ നിന്ന് ആ ഭാഗത്തേക്കുണ്ട്. അവിടെ വരെ കൃത്യമായ കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും വളരെ ആകാംക്ഷയോടെയാണ് അവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ്. കാരണം വലിയ ദുരന്തമാണ്, സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കടന്നുവരവോടുകൂടി അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് വലിയ പാക്കേജുകൾ ആണ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അത് ലഭ്യമാകുമെന്ന് തന്നെയാണ് കേരളം കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനുശേഷം ഈ പറയുന്ന ഈ വിംസ് ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുമായി, അതിൽ 4 രോഗികളുമായാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 രോഗികളുമായി അദ്ദേഹം കൂടിയാലോചന നടത്തും. 4ാം വാർഡ്, അതായത് 4ാം നിലയിലുള്ള വാർഡിൽ 25 രോഗികളാണുള്ളത്. ആ വാർഡാണ് അദ്ദേഹം സന്ദർശിക്കുക. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ 4 രോഗികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അവിടെ നിന്ന് അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് റിവ്യൂ മീറ്റിംഗ് നടത്തുന്ന കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തുക. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ റിവ്യൂ മീറ്റിംഗ് നടക്കുന്ന കളക്ടറേറ്റിലേക്കുള്ള ദൂരം. അവിടേക്ക് എത്തും. അവിടെ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഗവർണർ, മറ്റു ഉദ്യോഗസ്ഥർ, കളക്ടർ, മറ്റു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതിൽ കൃത്യമായി കേരളത്തിന്റെ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഇതിന്റെ വ്യാപ്തി അടക്കം കൃത്യമായി പറയും. പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി പ്രധാനമന്ത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അദ്ദേഹം തിരികെ കണ്ണൂരിലേക്ക് മടങ്ങും. കണ്ണൂരിൽ നിന്ന് 3:20 കൂടിയാണ് അദ്ദേഹത്തിന്റെ വിമാനം ഡൽഹിക്ക് പുറപ്പെടുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വ്യോമമാർഗമുള്ള നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭ്യമാകുന്ന വിവരം അതാണ് സാഹചര്യം. മിഥുൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി യാത്ര പുറപ്പെടുകയാണ് വയനാട്ടിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും നമ്മളിപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ
പ്രധാനമന്ത്രി വന്നിറങ്ങിയ വിമാനം, തൊട്ടപ്പുറേ പ്രധാനമന്ത്രി യാത്ര പുറപ്പെടുന്ന ഹെലികോപ്റ്റർ, അദ്ദേഹം പുറപ്പെടുകയാണ് കണ്ണൂരിലേക്ക്. കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുകയാണ് വയനാട്ടിലേക്ക്. വയനാടിന്റെ ദുരന്ത മേഖലകൾ നേരിട്ട് കാണാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട വയനാട്ടുകാർക്ക് ആശ്വാസം പകരാൻ പ്രധാനമന്ത്രി എത്തുകയാണ്. എന്തൊക്കെയാണ് കേന്ദ്രം സംസ്ഥാനത്തിന്, വയനാടിന് കാത്തിവച്ചിരിക്കുന്നത്? കേരളത്തിന് നൽകാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള സഹായം, കേന്ദ്ര സഹായം ലഭ്യമാവുമോ? രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന ഈ അവസ്ഥ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാണുമ്പോൾ എന്തൊക്കെയാണ് ആ മേഖലയ്ക്ക് അദ്ദേഹം നൽകുന്ന പ്രഖ്യാപനങ്ങൾ എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ ദുരന്ത മേഖലകളുടെ വ്യാപ്തി അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തിയാണ് തിരിച്ചറിയുന്നത്. കാരണം വ്യോമ നിരീക്ഷണം നടത്തിയാൽ മാത്രമേ ആ ദുരന്ത വ്യാപ്തി തിരിച്ചറിയാൻ കഴിയൂ. പ്രധാനമന്ത്രിയുടെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തോടൊപ്പം ഈ ഹെലികോപ്റ്ററിൽ അനുഗമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് തിരിച്ചറിയുകയാണ്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ്, ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്. വയനാടിന്റെ ദുരന്ത മേഖലകൾ നേരിട്ട് കാണാൻ പ്രധാനമന്ത്രി എത്തുകയാണ്. പ്രധാനമന്ത്രി അവിടേക്ക് വരികയാണ്. ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള സമയക്രമം അതേപടി പാലിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ സന്ദർശനം ആരംഭിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഇപ്പോൾ അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം വയനാട്ടിലേക്ക് പുറപ്പെടുകയാണ്. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തി. ദുരന്ത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം അദ്ദേഹം പിന്നീട് കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങി. അതിനുശേഷം ഈ ദുരന്ത മേഖലകളിലേക്ക് റോഡ് മാർഗം എത്തുകയും ചെയ്യും. ഇതാണ് അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ. ദുരന്ത മേഖലകളിൽ ബെയിലി പാലത്തിൽ നിന്നുള്ള സന്ദർശനം, ഒപ്പം തന്നെ ഈ ദുരന്തം അനുഭവിച്ചവരുമായുള്ള ആശയവിനിമയം പങ്കിടൽ, സംസ്ഥാന സർക്കാരുമായി ഉള്ള ആശയവിനിമയം, ചർച്ചകൾ, ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശന പരിപാടികൾ. ഈ ദുരന്ത മേഖലകൾ, അതിൻ്റെ വ്യാപ്തി നേരിട്ടറിയുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വയനാട്ടിലെമ്പാടും ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ തിരച്ചിൽ നടപടികളും അതിൻ്റെ സങ്കീർണതകളും പൂർത്തിയാവുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നീണ്ടുപോയത്. കാരണം പ്രധാനമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ വലിയ സുരക്ഷ ഒരുക്കേണ്ടി വരും. അതവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെയും മറ്റും തകരാറിലാക്കുമെന്ന് മുൻകണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ നീണ്ടുപോയത്. ഒടുവിൽ പ്രധാനമന്ത്രി ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇന്ന് അവിടുത്തെ തിരച്ചിൽ നടപടികൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല, പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം. എന്തായാലും പ്രധാനമന്ത്രി ആ മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി, ഒപ്പം അവിടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ, അതൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും രാജ്യം നേരിടാത്ത ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമായി വയനാട്ടിലെ ദുരന്തം മാറി. അത് അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുകയാണ്. നേരത്തെ സംസ്ഥാന സർക്കാരിന് എല്ലാവിധ പിന്തുണകളും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ പ്രഖ്യാപിച്ചതാണ്. എന്തായാലും അദ്ദേഹം നേരിട്ട് വരുന്നതോടുകൂടി അത് പ്രഖ്യാപിക്കപ്പെടും. എന്താണ് കേന്ദ്രം നൽകുന്ന സഹായം, ഒപ്പം തന്നെ വയനാടിൻ്റെ പുനരുജ്ജീവനം എങ്ങനെ സാധ്യമാകും, അതിന് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? സാമ്പത്തിക സഹായം, പ്രത്യേക ഒരു പാക്കേജ് എന്ന കേരളത്തിൻ്റെ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിനും അപ്പുറം എന്തൊക്കെയാണ് കേരളത്തിന് നൽകാൻ കഴിയുന്ന കേന്ദ്ര സഹായം? കൂടുതൽ ഇടപെടലുകൾ, പദ്ധതി നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ കൂടുതൽ സാങ്കേതികവും അല്ലാത്തതുമായ സഹായങ്ങൾ, ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വയനാടിൻ്റെ പുനർനിർമ്മാണം സാധ്യമാകുന്ന ആ തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് പ്രതീക്ഷിക്കണം. അതുണ്ടാകും.